തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടങ്ങി. നവംബർ 25 മുതൽ 28 വരെ വിവിധ ബാച്ചുകളിലായി 28 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി 40% റിസർവ് ഉൾപ്പെടെ ആകെ 20,848 ഉപതെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത്. ജില്ലയിലെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 2,789 വാർഡ് ഡിവിഷനുകളിലായി ആകെ 4,343 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 12 നഗരസഭകളിലായി 566 പോളിംഗ് സ്റ്റേഷനുകളും 15 ബ്ലോക്കുകളിലായി 3,777 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ വാണിയംപുഴ പോളിംഗ് സ്റ്റേഷനും കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം പോളിംഗ് സ്റ്റേഷനും വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ്. ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി 4,343 വീതം പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും 8,686 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഒരു പോളിംഗ് ബൂത്തിൽ 1 വീതം പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. ഇതുകൂടാതെ 289 സെക്ടറൽ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇത് ഇലക്ഷൻ പ്രോസസിന്റെ ഒരു ഭാഗമായിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡ്രോപ്പ് സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് പോസ്റ്റിംഗ് ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ ട്രെയിനിങ് സെഷനിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോവാം. ഇപ്പോൾ പ്രൊസീജിയറാണ്, എല്ലാ ഘട്ടങ്ങളും വളരെ പ്രാധാന്യമാണ്. എങ്കിലും ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് ഓൾ പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ്. നിങ്ങൾക്ക് ആദ്യമേ പറയട്ടെ, എന്ത് സംശയമുണ്ട് എങ്കിലും നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കുന്നതിനുള്ള അവസരം തരാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം എന്നതിന് മാത്രമേ നിങ്ങളിവിടുന്ന് നിങ്ങൾ പറഞ്ഞയക്കൂ എന്നുള്ളതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാം. ഒരു പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് നമുക്കറിയാം, 3 തലങ്ങളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. 1 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും, 2 ബ്ലോക്ക് പഞ്ചായത്തിലേക്കും, 3 ജില്ലാ പഞ്ചായത്തിലേക്കും. ഇന്ന് 3 വോട്ടുകളാണ് ഒരേ സമയം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ദേശീയ തെരഞ്ഞെടുപ്പും അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഏറ്റവും കാതലായിട്ടുള്ള വ്യത്യാസം എന്ന് പറയും. ഡിസംബർ 6 നടക്കുന്ന 2ാം ഘട്ട റാൻഡമൈസേഷനോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പൂർണ്ണമാകും. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.